എന്തിനാ ഈ ലാസ്റ്റ് മൊമെന്റ് ഇങ്ങനെ കാണിക്കുന്നേ? ഒന്നര വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ പുറമാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവര് കാണാനെ കൊണ്ട് അവർക്കൊരു വിഷമമാണ്. ഞാൻ അവരെ രണ്ടുപേരെയും കെട്ടാൻ ഉദ്ദേശമില്ല. ഞാൻ വേറെ ആരെങ്കിലും കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ രണ്ട് എൻട്രി ആണോ അതോ ചന്തപ്പിള്ള എന്താ കാക്കക്കൂട്ടത്തിൽ എന്തോ കല്ലിട്ടെറിഞ്ഞ പോലെ എന്തോ അങ്ങനത്തെ എന്തോ സംഭവം തോന്നിയ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. എനിക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അതാണ് അസൂയക്കും കുഷ്മിനും മരുന്നില്ലെന്ന് പറയുന്നത് കറക്റ്റ് ആട്ടോ. അനു കേട്ട് മടുത്ത്. എവിടെ ചെന്നാലും PR എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം പുള്ളിക്കാരി അത് കേട്ട് മടുത്ത്. പിന്നെ ഈ PR എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് തോന്നുന്നു അനു ഇനി PR കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പുള്ളിക്കാരിക്ക് നിൽക്കാനുള്ള, അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഒരു ഓഡിയൻസ് സപ്പോർട്ട് വെളിയിലുണ്ട്. പുള്ളിക്കാരി അവിടെ പോയി ഇനി വെറുതെ നിന്നാൽ പോലും എങ്ങനെ പോലും കുറേ വോട്ട് ആ ഒരു ഓഡിയൻസ് പുള്ളിക്കാരിക്ക് കൊടുക്കും. അത് സ്റ്റാർ മാജിക്കിലൂടെ തന്നെ കുറേ ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിയാണ് അനു. അപ്പം PR ഉണ്ടെങ്കിലും ഇല്ലേലും പുള്ളിക്കാരിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെ കിട്ടിയേനെ. അത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെ PR ഒക്കെ കൊടുത്തിട്ട് പോയത് തന്നെ വെറുതെ പേരുദോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ട് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. PR കൊടുത്തില്ലെങ്കിലും പുള്ളിക്കാരി അവിടെ നിന്നേനെ. കാരണം ഒരു 100 ദിവസമെങ്കിലും നിന്നേനെ. പിന്നെ ഇതുപോലുള്ളൊരു ഗെയിമൊക്കെ ആയിരുന്നെങ്കിൽ കപ്പടിച്ച് വെളിയിൽ വന്നേനെ. കാരണം PR കൊടുക്കാതെ തന്നെ അത്യാവശ്യം ഓഡിയൻസ് സപ്പോർട്ടുള്ളൊരു വ്യക്തിയാണ് അനു. PR ഉള്ള ഈ എല്ലാവർക്കും അവിടെ പോയിട്ടുള്ള ഈ സീസണിൽ കയറിപ്പെട്ടുള്ള എല്ലാ ആൾക്കാർക്കും PR ഉണ്ട്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും ചെയ്യും. അതിന് നമുക്ക് ഒരു PR-മാരെയും പേടിച്ച് അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അത് പ്രതികരിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിത് പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ സൈബർ ആക്രമണങ്ങൾ അതിഭീകരമായിട്ടുണ്ടാകും എന്നും മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ രണ്ടാമത് കാര്യങ്ങൾ ചോദ്യം ചെയ്തത്. അത്രേ ഉള്ളൂ. അപ്പാനിയുടെ കാര്യമാണ് കോമഡി. അപ്പാനി ഇൻ്റർവ്യൂവിനെല്ലാം വന്ന് ഭയങ്കര തള്ളാണ്. തള്ളി മറിച്ചിട്ട് അവസാനം എല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ ഇൻ്റർവ്യൂവിൽ തന്നെ ലാസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ പടങ്ങളെല്ലാം കാണണം, എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലേക്ക് ഞാൻ പോയത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്, അല്ലാതെ വേറെ ഒന്നിനും കൊണ്ടല്ല. അല്ലാതെ തന്നെ എനിക്ക് സിനിമയുണ്ട്, ഇനി കുറേ സിനിമ വരാൻ കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങളാരും എന്നെ വെറുക്കരുത്, എന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്നെ എടുത്ത് ഏറി കയറ്റരുത്, എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം, ഇതിൻ്റെ റിക്വസ്റ്റാണ്. ഇതൊക്കെയാണ് അപ്പാനിയുടെ അവസാനത്തെ ഡയലോഗ്. ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ റീഎൻട്രിക്ക് പോവാ. പക്ഷെ അതല്ല ഇപ്രാവശ്യം 7 നടന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോ തോന്നിയില്ലേ എന്തായിരുന്നു? ഭയങ്കര തളർന്നു ഞാൻ. ഇത് റീഎൻട്രി ആണോ അതോ ചന്തപ്പിള്ള എന്താ കാക്കക്കൂട്ടത്തിൽ എന്തോ കല്ലിട്ടെറിഞ്ഞ പോലെ എന്തോ അങ്ങനത്തെ എന്തോ സംഭവം തോന്നിയ. നമ്മുടെ സീസൺ ഇപ്പൊ 6 വരെയുള്ള സീസണിൽ ഒരു ഫൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് അവര് എവിറ്റായി പോയില്ലേ, അതിന്റെ വൈരാഗ്യം അവിടെ തീർത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. ശരിയാ, ഈ കൊച്ചു പറഞ്ഞ ശരി കേട്ടോ. ഞാനും ആലോചിച്ചു. കാരണം ഇവര് രണ്ടാമത് റീഎൻട്രി ആയിട്ട് കയറി ചെന്ന ആൾക്കാർ ഈ പാളയം മാർക്കറ്റ് ഉണ്ടല്ലോ, ആ പാളയം മാർക്കറ്റിനെക്കാളും കഷ്ടമായിട്ടുള്ള രീതിയിലാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. ചന്തയെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ചന്തത്തരമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് അല്ലേ. അതിന് റീഎൻട്രി ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് ഇവർ ഈ നന്ദന പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാക്കക്കൂട്ടത്തിൽ കല്ലെടുത്ത് എറിഞ്ഞിട്ട് കാക്കകളെല്ലാം കൂടെ വന്നിട്ട് എല്ലാം കൂടെ ഇങ്ങനെ എല്ലാം കലവിൽ കൂട്ടുമല്ലോ, ആ ഒരു സംഭവമായിരുന്നു നമ്മൾ ലാസ്റ്റ് ഫിനാലെ വീക്കിനകത്ത് കണ്ടത്. ഇവിടെ ഈ ശൈത്യ അനുവിനെ പിടിച്ചിരുത്തി കുറേ കാര്യങ്ങൾ പറയുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിച്ച് എല്ലാം കൂടെ കാക്ക കൂടി നിൽക്കുന്ന പോലെ കൂടി നിൽക്കുന്നത് കാണുന്നു. പിന്നെ അങ്ങോട്ട് കടച്ചിലും പിരിച്ചിലും എന്തൊക്കെയാണല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ കൂടെ കാണാം. എന്തായാലും അതിനെ പറ്റിയിട്ട് കണ്ട സ്ഥിതിക്ക് ഇനി അനുവിൻ്റെ ഒരു കരച്ചിലും കൂടെ കാണാം. എന്തിനാ ഈ ലാസ്റ്റ് മൊമെന്റ് ഇങ്ങനെ കാണിക്കുന്നേ? മതി പോലെ നിനക്ക് കപ്പ് കിട്ടിയാലോ ഇനി നീ കരയിക്കില്ല കേട്ടോ. ഇനി നീ പബ്ലിക്കിൽ പോയി കരയാൻ നിൽക്കല്ലേ. ഇതോടെ നിർത്തിക്കോണം നിന്റെ കരച്ചിൽ.
അടുത്ത് നോക്കാം. നീ അടുത്ത് നോക്കാം. നീ അടുത്ത വീഡിയോ നോക്കാം. നീ അടുത്തത് നോക്കാം. കഴിഞ്ഞാൽ ശൈത്യ ബിഗ് ബോസിൽ പോയിട്ട് കാണുന്നേ ഇല്ലെന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും അല്ല പറഞ്ഞത്. അതിനകത്ത് ഓരോ കണ്ടസ്റ്റന്റിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ കാണാനെ കൊണ്ട് അവർക്കൊരു വിഷമമാണ്. മനസ്സിലായോ? അയ്യോ ചേച്ചി കണ്ടക്കല്ല കേട്ടോ, ദൈവത്തോർത്ത് നീ എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷമുള്ള എപ്പിസോഡൊന്നും ശൈത്യം ഇറങ്ങിയതിന് ശേഷം എപ്പിസോഡൊന്നും കണ്ടേക്കല്ലേ, ദൈവത്തോർത്ത് കണ്ടേക്കല്ലേ. അതുപോലെ റീ എൻട്രി കയറി ചെന്നിട്ടുള്ള എപ്പിസോഡൊന്നും കാണിക്കുകയും ചെയ്യല് കാണുകയും ചെയ്യല് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ട് കാലേ വാരി നിലത്തടിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ വല്ലപ്പോഴൊക്കെ മോക്ക് കുറച്ച് നല്ല ബുദ്ധിയും നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കൂ. അങ്ങനെയെങ്കിലും ആ കുട്ടി ഒന്ന് നന്നാവട്ടെ. അടുത്ത് നോക്കാം. ചൈത്യനെ കട്ടപ്പ എന്ന് വിളിക്കുന്നത് വൈൽഡ് ചെല്ലുന്നതിന് മുമ്പാണ്. നിങ്ങൾ പുറമെ കളി കണ്ട സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ പേരാണ് കട്ടപ്പ. പക്ഷെ അവിടെ ചെന്നപ്പോ അനുമോളാണ് അത് വിളിച്ചതെന്നുള്ള ഒരു ടോക്കാണ് വന്നത്. അപ്പം അവിടെയും സാബുവിന്റെ പ്രതികരണം കണ്ടില്ല. ശരിക്കും കട്ടപ്പ എന്നുള്ള പേര് സോഷ്യൽ മീഡിയ എന്നല്ലേ ചൈത്യക്ക് വന്നത്? എനിക്ക് അതും സത്യത്തിൽ ഷുവർ. ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ കേറുന്നതിന് മുമ്പ് ഞാൻ അത്രയും റിസർച്ച് ചെയ്തിട്ടല്ല കേറിയത്. അപ്പം എനിക്ക് ബെസ്റ്റ് ആളെ പിടിച്ചിരുത്ത് ഇന്റർവ്യൂ നടത്തുന്നത്. അയ്യോ ഇതിലും വല്ല ട്രെയിനാകണം അടവയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇന്റർവ്യൂ എടുക്കുന്ന ആ പെൺകുട്ടിയോടാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ചോദിച്ചാലും എന്നൊരു ഇളിക്കുന്ന ഈ വ്യക്തിയൊക്കെ ആരുടെ പിടിച്ച് ഇന്റർവ്യൂ എടുക്കുന്നത്? ഇതെന്തോ അവിടെ വല്ല ബഹിരാകാശത്ത് കാണാൻ പോകണം, അതിനെ പറ്റിയിട്ട് പഠിക്കാനെ കൊണ്ട് ബഹിരാകാശ മറ്റേ ചന്ദ്രനിലും കാണാൻ പോകുന്നുണ്ടോ, അതിനെ പറ്റിയിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് ഉത്തരം പറയാനെ കൊണ്ട് എന്തോ ആടെ ഇതൊക്കെ. അടുത്തത് നോക്കാം. ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ്, 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഞാനിപ്പോ ഇവിടെ ആരോടും ഇവൻ രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങളെ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നതാണ്. ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തൊരാള് ക്യാമറയോ ഇന്റർവ്യൂവോ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടയിൽ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ് വേണ്ട. മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നാണോ ഇല്ലേ? ചത്ത് മണ്ണിനടി കിടന്നിട്ടില്ല. ആ മണ്ണിനടി പോയിട്ടും ആ അസ്ഥികൂടം എടുത്തു വെച്ചില്ല. നമ്മളിൽ പോസ്റ്റ്മോർട്ടം നടത്തുമല്ലോ, ആ രീതിയിലാണ്. ഇതൊക്കെ എന്നേ കഴിഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ പോയ സംഭവങ്ങളാണ്. ആ സമയത്തൊന്നും പറയാനും ഇല്ലായിരുന്നു, ചോദിക്കാനും ഇല്ലായിരുന്നു, അഭിപ്രായങ്ങൾ പറയാനും ഇല്ലായിരുന്നു അല്ലേ? ആ വീട്ടിൻ്റെ കാര്യമൊക്കെ കുഴിക്കകത്ത് പോയി മണ്ണിട്ട് മൂടി കഴിഞ്ഞ സംഭവങ്ങളാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു വീട് വെച്ചുകൊടു. ആ വീട്ടിൻ്റെ കാര്യം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു. ഇത് അവസാനിച്ചൊരു സംഭവമാണ്. വീണ്ടും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ എൻ്റെ പൊന്നു ശാരിക മേഡം? നിങ്ങളിത് വീണ്ടും കുത്തിപ്പോക്കി പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മളൊക്കെ ഒന്ന് അടങ്ങി ഒന്ന് ഇതാക്കി ഇരിക്കുവാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച വിഷയങ്ങളാണ്, ഞാൻ ഉൾപ്പെടെ. ഇത് വീണ്ടും ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യല്ലേ? അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നിങ്ങളൊരു വീട് വെച്ചു കൊടു, തീർന്നു, പ്രശ്നം തീർന്നു. അല്ല പിന്നെ ഇതിനകത്തൊക്കെ പിന്നെ എന്തു പറയാനാ? അടുത്ത നോക്കാം. അനീഷേട്ടന്റെ അടുത്ത് ദയവായിട്ട് അനുമോളൊന്ന് കെട്ടാൻ പറയാമോ എന്ന് ചോദിച്ചിട്ടാണ്. ഇത് അനീഷേട്ടൻ കെട്ടുവോ, അത് PR ടീമിനെ കെട്ടുവോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ഞാൻ അവർ രണ്ടുപേരും കെട്ടാൻ ഉദ്ദേശമില്ല. ഞാൻ വേറെ ആരെങ്കിലും കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ രണ്ടുപേരും എന്റെ സഹോദരങ്ങളാണ്. ഉത്തരം കിട്ടിയല്ലോ. കുറെ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടായിരുന്നു, അനീഷിനെ കെട്ടുവോ അതോ PR വിനുവിനെ കെട്ടുവോ? അനു തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സമാധാനമായല്ലോ. രണ്ടുപേരെയും കിട്ടുന്നില്ല. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട വേറൊരാളെ കണ്ടാണ് വേറൊരാളെ കണ്ടുപിടിച്ച് കെട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ അനീഷ് അന്നേ വിട്ടയാണ്. വീണ്ടും പുള്ളിക്കാരനെ ഇതിലോട്ട് വലിച്ചിടല്ലേ? ഇതൊക്കെ അന്നേ അവിടെ നിന്ന് കളഞ്ഞൊരു സംഭവമാണ് അനീഷ്. വീണ്ടും ഈ ഒരു ചോദ്യം ഇത് അനീഷിൻ്റെ അടുത്ത് ചെന്ന് ആരൊക്കെ ചോദിക്കുന്നുണ്ട്, അനുമോളുമായിട്ടുള്ള പ്രപ്പോസൽ എന്തായി, അനുമോളുമായിട്ടുള്ള കല്യാണം എന്തായെന്ന്. എന്തുവാടേ ഇതൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി തന്നെയാണ് ഇതൊക്കെ. കഴിഞ്ഞ സാധനങ്ങളൊക്കെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണിത്. ഇനി ഞാനിവിടെ ഒരു ഫോട്ടോ വയ്ക്കാം. ഇത് എന്താ സംഭവം നിങ്ങളൊന്ന് പറഞ്ഞു തരണം, എനിക്കറിയത്തില്ല. ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരണേ. ഞാനിതിപ്പോഴാണ് കാണുന്നത്. എന്താണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം.
നല്ല ബുദ്ധി തരണേ ദൈവമേ, കൊടുക്കണേ ദൈവമേ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. See you.